റേഷൻ കടകളിലേക്ക് FCI CMR മില്ലുകളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന ഗതാഗത കരാറുകാരുടെ കുടിശ്ശിക തുക ലഭിക്കാത്തതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ആരംഭിച്ച സമരം തുടരുന്നു. നവംബർ 4 മുതലാണ് കേരള ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സമരം ആരംഭിച്ചത്. FCI CMR മില്ലുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന NFSA ഗതാഗത കരാറുകാരുടെ സംഘടനയാണ് കേരള ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ. വർക്കുകൾ പൂർത്തീകരിച്ച് ബില്ലുകൾ സമർപ്പിച്ചിട്ടും ഇതുവരെ ഓഗസ്റ്റ് മാസത്തെ 25% തുക മാത്രമാണ് അനുവദിച്ചു തന്നതെന്നും ഭീമമായ തുക കുടിശ്ശിക മൂലം വർക്ക് നടത്തുവാൻ സാധിക്കാത്തതുകൊണ്ടാണ് സമരം ആരംഭിച്ചതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലെ വർക്ക് പൂർത്തീകരിച്ച വകയിലെ കുടിശ്ശിക തുക നൽകണമെന്നുൾപ്പെടെയുള്ള 5 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KTCA സമരം നടത്തുന്നത്. KTCA ജനറൽ സെക്രട്ടറി ഫഹദ് ബിൻ ഇസ്മായിൽ, വർക്കിംഗ് പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ്, ജോയിന്റ് സെക്രട്ടറി ജെയിംസ് KP, ജില്ലാ പ്രസിഡന്റ് ഇക്ബാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 4 മാസത്തോളമായി ഞങ്ങൾക്ക് കൃത്യമായി ഞങ്ങൾ എടുക്കുന്ന തൊഴിലിന്റെ വേതനം ലഭിക്കാതെയായിട്ട് അതുപോലെ ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഈ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഓരോ മാസത്തെ കുടിശ്ശിക വരുമ്പോഴും ഏകദേശം ഞങ്ങൾ കരാറുകാർക്ക് ഒരു 16 മുതൽ 20 കോടി രൂപ വരെയാണ് ഓരോ മാസം കുടിശ്ശിക വരുന്നത്. അത് 4 മാസം എന്നുള്ളത് നീളുമ്പോൾ ഏകദേശം 80 കോടിയോളം രൂപ വരും. അതുകൂടാതെ തന്നെ 2023 ജനുവരി മുതലുള്ള 10% ഓഡിറ്റിംഗ് പൂർത്തിയാക്കാൻ തുകയിൽ ഏകദേശം 100 കോടി രൂപയോളം മുകളിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു രീതിയിലും താങ്ങാൻ കഴിയാത്ത ഇരുട്ടടി എന്നോളം ഞങ്ങൾ ഈ സർക്കാർ നൽകുന്ന പണത്തിന്റെ 80% ഞങ്ങൾ തിരിച്ച് സർക്കാരിന്റെ അടുത്ത ഏജൻസിയായ ക്ഷേമനിധി ബോർഡിലേക്ക് അടയ്ക്കേണ്ട തുകയാണ്. ആ തുക ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് അടയ്ക്കേണ്ട ആ തുക ഓരോ മാസവും അടയ്ക്കാത്ത തുകയ്ക്ക് വേണ്ടി 25%-ലധികം പലിശ ഈടാക്കിക്കൊണ്ടാണ് റവന്യൂ റിക്കവറിയും അതുപോലെ തന്നെ പിഴപ്പലിശയുടെ ഡിമാൻഡ് നോട്ടീസുകളെല്ലാം വന്നിരിക്കുന്നത്. ഇത് മാറ്റി തന്നുകൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കണമെന്ന് നിരവധിയായ തവണകളിൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് മന്ത്രിയെയും അതുപോലെ തന്നെ തൊഴിൽ വകുപ്പ് മന്ത്രിയെയും നിരവധി തവണ കണ്ട് നിവേദനത്തിലൂടെ ആവശ്യപ്പെടുകയുണ്ട്. പക്ഷേ യാതൊരുവിധ അനുകൂലമായ സാഹചര്യവും ഞങ്ങൾക്ക് അനുകൂലമായി എടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കൂടുതൽ ദുഷ്കരമായ രീതിയിലേക്ക് അത് നീണ്ടതുകൊണ്ടാണ് ഒരു രീതിയിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുന്നത്. ഈ ഓരോ കിൻഡലിനും നമുക്ക് 10 രൂപ തൊഴിലാളിക്ക് പുറമെ നമുക്ക് പണി നടത്താൻ സാധിക്കുമെങ്കിൽ 27% അധികം ലഭി ഞങ്ങൾ കൂടുതൽ അടയ്ക്കുകയാണ് തൊഴിലാളി ക്ഷേമനിധി ബോർഡിലോട്ട്. ഈ കാര്യം 2017 വരെ ഈ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എങ്ങനെ പ്രവർത്തിച്ചോ ഏത് രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് അതിൽ നിന്നും ഈ NFSA തൊഴിൽ ഈ ക്ഷേമനിധി ബോർഡിൽ വന്നതിന് ശേഷമാണ് ഇത്രയധികം സാമ്പത്തിക ഇതായിട്ട് തൊഴിലാളി ക്ഷേമ ബോർഡ് മെച്ചപ്പെട്ടത്. കാരണം ഒരു മാസം 7 കോടി രൂപ എന്ന് പറഞ്ഞാൽ 27% ലഭ്യ ഉൾപ്പെടെ അടയ്ക്കുന്നത് അത് തൊഴിലാളി ക്ഷേമ ബോർഡ് ദൈനംദിന പ്രവർത്തനങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കുമാണ്. അന്ന് തൊഴിലാളി ക്ഷേമ ബോർഡ് സത്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഈ സ്റ്റോക്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത നമ്മുടെ സാധാ വ്യാപാര മേഖലയിലുള്ള അവരിൽ നിന്നും തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനുമായിരുന്നു. ഈ സർക്കാരായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ മേഖല ഒന്നും റേഷൻ സംവിധാനത്തിൽ ഒരു തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും തൊഴിലാളി ഉണ്ടായിരുന്നില്ല. ഒരു ലോഡ് ഹോൾസെയിൽ സംവിധാനം റേഷൻ ഹോൾസെയിൽ NFSA നടപ്പിലാക്കുന്ന മുന്നേ വരെ അതിൽ ഒരു ലോഡ് ഇറക്കുന്നതിന് 500 രൂപ ഉണ്ടായിരുന്നു. അത് ഒറ്റയടിക്കാണ് 18, 19 രൂപ 1900, 2000 രൂപയിലോട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളികൾ പങ്കെടുക്കുമ്പോൾ അടവാക്കേണ്ടി വന്നത്. അതിന്റെ മുകളിൽ ഇപ്പം ഓരോ മാസം 25% അധിക ഡാമേജ്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.